നീ എന്നും എൻ രക്ഷകൻ. ആഹാ, നീ മതി എനിക്കെല്ലാമായി നാഥാ. നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങുന്ന വേദനയിൽ, നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങുന്ന വേദനയിൽ, നിന്നിൽ ചാരുന്ന നേരത്ത് നീങ്ങുന്ന വേദനയിൽ. കർത്താവിനാൽ അനുഗ്രഹമായ ഈ നല്ല വിശുദ്ധ പകൽക്കാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ വാത്സല്യ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കർത്താവിൻ്റെ ദാസൻ ഏവർക്കും ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസരം കർത്താവ് നൽകി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയുടെ ഓരോ ദിവസങ്ങളും കർത്താവ് നമ്മെ പരിപാലിച്ചു. നാം ആയിരുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം മാറാത്തത് എന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കർത്താവ് നമ്മെ സഹായിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നത് പോലെ ദൈവം ചെയ്തതായ ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് അതിന് വഴിപാടാകുന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാൻ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ സമയം കണ്ടെത്തുന്ന, അതിനുവേണ്ടി ഒരുങ്ങുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നിശ്ചയിക്കപ്പെട്ടതായ സമയങ്ങളിൽ നടന്ന കൂട്ടായ്മകളിലും കൂടിവരവുകളിലും കടന്നു വന്ന് സംബന്ധിക്കുകയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ ദൈവമക്കളോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർ കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്രയിലായിരുന്നു. വിദേശത്തേക്കുള്ളതായ യാത്രയിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ദൈവമായ കർത്താവ് ക്ഷേമത്തോടുള്ള യാത്ര നൽകി പ്രിയപ്പെട്ടവരെ ദൈവം മാനിച്ചു. ശാരീരിക കഷ്ടതയിലും പ്രയാസത്തിലുമൊക്കെ ചില പ്രിയപ്പെട്ടവർ കടന്നുപോയി. അതിൻ്റെ നടുവിലും സ്വർഗത്തിലെ ദൈവം ഓരോരുത്തരെയും താങ്ങി വിടുവിച്ച കർത്താവിൻ്റെ വിശ്വസ്തതകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലവും ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വന്ന് ആരാധനയ്ക്കായി ദൈവസന്നിധി തലവണക്കുവാൻ ദൈവം നമ്മെ സഹായിച്ച് കർത്താവിൻ്റെ വിശ്വസ്തതകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ പരമാർത്ഥ മനസ്സ് ദൈവസന്നിധിയിൽ ഒന്ന് ഉണർത്തപ്പെട്ട് ആ ദൈവത്തെ സന്തോഷത്തോടെ ഒന്ന് ആരാധിക്കാൻ ഇന്ന് പകൽക്കാലവും അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്ന അവസരം നല്ലതുപോലെ ഉപയോഗിച്ച എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷിപ്പാൻ ദൈവമക്കൾക്ക് ഒരു ഇടം ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ സന്നിധി മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. മറ്റെവിടെ പോയാലും നമുക്ക് സന്തോഷിക്കാൻ കഴിയുകയില്ല. ഇഷ്ടമുള്ള സ്ഥലത്ത് പോയാലും, ഇഷ്ടമുള്ള വ്യക്തികളെ കണ്ടാലും, ഇഷ്ടമുള്ളതായ അല്ലെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലൂടെ കടന്നുപോയാലും അതുകൊണ്ടൊക്കെ ലഭിക്കുന്നതായ സന്തോഷത്തിനും അല്ലെങ്കിൽ ആശ്വാസത്തിനും അല്ലെങ്കിൽ ആനന്ദത്തിനും ഒരു ഹല്ലേലൂയ പരിധിയുണ്ട്. അതിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ദൈവസന്നിധിയിലാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. പരിപൂർണമായ ഒരു അനുഭവം ഉള്ളത് ദൈവസന്നിധിയിൽ മാത്രമാണ്. അത് കണ്ടെത്തിയ നമ്മയൊക്കെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുലത്തിലും കുടുംബത്തിലും നമ്മുടെ ദേശത്തിലും ചുറ്റുപാടുകളിലും അനേകർക്ക് ഈ രക്ഷ കരസ്ഥമാക്കുവാൻ കഴിയാതെ ഇന്ന് പകൽക്കാലവും അല്ലെ ക്രൂശിന് ശത്രുക്കളായി വിരോധികളായി അനേകർ മുന്നോട്ട് പോകുമ്പോൾ കർത്താവിൻ്റെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ നൽകി തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരമായ ഒരു ആരാധനയിൽ സംബന്ധിച്ച് ആത്മീയ അനുഗ്രഹം പ്രാപിച്ച് കടന്നു പോകാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. എന്ന് പകൽ ഓരോ പ്രാർത്ഥനകളിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത്, എനിക്ക് എന്ത് നേടാൻ കഴിഞ്ഞു, എനിക്ക് എന്ത് പ്രാപിപ്പാൻ കഴിഞ്ഞു, ആരാധനയിൽ പോയി സമയങ്ങൾ ചിലവഴിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം അനുഗ്രഹമാക്കാൻ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഒരു വചനം കേട്ട് അല്ലെ അനുഗ്രഹം പ്രാപിപ്പാൻ കഴിഞ്ഞെങ്കിൽ, ദൈവസന്നിധിയിൽ നിന്ന് ഉണർത്തപ്പെടാൻ കഴിഞ്ഞെങ്കിൽ, ദൈവസന്നിധിയിൽ ഒന്നുകൂടെ സമർപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഭാരത്തോട് കടന്നു വന്ന വിഷയത്തിൻ്റെ നടുവിൽ ഏതെങ്കിലും ഒരു വചനഭാഗത്തൂടെ ദൈവം നമുക്ക് ആശ്വാസം തന്നെങ്കിൽ ആ ആരാധനയിൽ നാം സമയം ചെലവഴിച്ചത് നമുക്കൊരു അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞായറാഴ്ച ആരാധനയ്ക്ക് വേണ്ടി ഹല്ലേലൂയ കുറഞ്ഞ പക്ഷം ശനിയാഴ്ച വൈകിട്ടെങ്കിലും പ്രാർത്ഥിക്കാൻ അവസരം കണ്ടെത്തിയ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒരു ഞായറാഴ്ചത്തെ ആരാധന കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ അന്നു മുതൽ പ്രാർത്ഥിക്കണം, കർത്താവേ വരുന്ന ഞായറാഴ്ചത്തെ ആരാധന ദൈവം അനുഗ്രഹമാക്കണമേ, പോയി സംബന്ധിപ്പാൻ എനിക്ക് കൃപ തരണമേ, ആരോഗ്യത്തോടെ പോകാൻ സഹായിക്കണമേ, ആരാധിപ്പാനുള്ള അനുഭവങ്ങൾ എനിക്ക് തരണമേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോകാൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം അർത്ഥമായില്ല. ഹല്ലേലൂയ. ഇവിടെ വന്ന് അല്ലെ
ഒരു പക്ഷേ മൗനമായിരിക്കുന്ന പലരെ പോലെ മൗനമായിരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയാ. ശരീരത്തിൽ സുഖമില്ലെങ്കിൽ എവിടെയാ സന്തോഷിക്കാൻ കഴിയുന്നത്? ഹല്ലേലൂയ. മനസ്സിനൊരു സന്തോഷമില്ലെങ്കിൽ എത്ര ഞാൻ നിർബന്ധിച്ചാലും ഒരു സ്തോത്രം വരത്തില്ല, ഒരാരാധന നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരികയില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കണം. ദൈവമേ, ആരോഗ്യത്തോടെ ഹല്ലേലൂയ ആത്മാർത്ഥതയോടെ അങ്ങേ ആരാധിപ്പാനുള്ള ഒരു വലിയ മനസ്സോടെ എന്നെ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങനെയുള്ള ദൈവമക്കൾ ഒരുമിച്ച് കൂടി വന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ആരാധന ഇവിടെ മൊത്തം പാടി തീരണ്ട. അതിനു മുമ്പ് തന്നെ ആത്മാവിന്റെ നിറവിൽ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയുമെന്നുള്ളതിന് സംശയമില്ലാത്ത കാര്യമാണ്. ഹല്ലേലൂയ. 5 or 6 ചരണമുള്ളതായ പാട്ട് 1 ഉം 2 ഉം തവണ പാടിയാൽ പോലും ഒരന്യഭാഷയിൽ ദൈവസന്നിധിയിൽ ആരാധിപ്പാൻ കഴിയാത്ത ആളുകളുണ്ട്. അല്ലെങ്കിൽ അവരോടൊക്കെ ചോദിച്ചാൽ അവർ പറയുന്നത്, പാസ്റ്ററെ, അകത്തൊരു നിയോഗം വേണ്ടായോ? ഞാൻ ചോദിക്കുന്നത്, ദൈവസന്നിധിയിൽ വന്ന് ഒരു വിശുദ്ധ പകൽക്കാലം നിയോഗം കിട്ടിയില്ല, പിന്നെ എവിടാ കിട്ടുന്ന? ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവം തന്ന ആത്മാവിനെ പാനം ചെയ്ത ദൈവമക്കൾ മതി മറന്നു ദൈവത്തെ സ്തുതിക്കണം. ഇനി സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന നമ്മുടെ ഇടമ, നാം കൂടി വരുന്നതായ സ്ഥലം, സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കാൻ ദൈവം നമുക്ക് കൽപ്പിച്ചു തന്ന സ്ഥലമാണ്. എത്ര ആരാധിച്ചാലും എത്ര ആത്മാവിൽ സ്തുതിച്ചാലും ആത്മാവിന്റെ നിറവില് മതിമറന്നു ദൈവത്തെ ആരാധിച്ചാലും ഇവിടെ ഒരു വിലക്ക് ഇപ്പോൾ ഇല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ സ്ഥിതിവിശേഷം എത്ര കാലം മുന്നോട്ട് പോകുമെന്നുള്ളത് നമുക്കറിയുകയില്ല. എങ്കിലും ലഭിക്കപ്പെടുന്ന അവസരങ്ങളിൽ എനിക്ക് ദൈവം ശേഷി തന്നപ്പോൾ, എനിക്ക് അവസരം തന്നപ്പോൾ ഞാൻ നന്നായി ആരാധിച്ചെന്ന് ഒരു ശുഭാപ്തി ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ ലഭിക്കപ്പെടുന്ന അവസരം തക്കത്തിൽ വിനിയോഗിക്കണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. വളരെ സന്തോഷത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം, വളരെ ഉന്മേഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. ടെൻഷനും ഭാരമൊക്കെ ജീവിതത്തിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മറന്ന് അല്പസമയം സന്തോഷമുള്ള മുഖത്തോടെ ദൈവസന്നിധിയിൽ ഒന്നായിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാതി രാജാവും കർത്താതി കർത്താവുമായവൻ നമ്മുടെ മധ്യേ ആഗതനായിട്ടുള്ളപ്പോൾ ഇന്ന് പകൽക്കാലം വാടിയ മുഖത്തോടെ ആരും ആയിരിക്കരുത്, ഭാരത്തോടെ ആരും ആയിരിക്കരുത്. ഭാരം ദൈവസന്നിധിയിലേക്ക് ഇറക്കി വെച്ച് ജീവിതത്തിൻ്റെതായ എല്ലാ വേദനകളും ദൈവസന്നിധിയിൽ ഇറക്കി ഒന്ന് ആശ്വാസം പ്രാപിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ ഒന്നായിരിക്കാം. ഇന്ന് പകൽ നിശ്ചയമായി ദൈവം നമ്മോട് സംസാരിക്കും, നമ്മുടെ മനസ്സിനോട് ദൈവം സംസാരിക്കും. നീറുന്നതായ ഹൃദയങ്ങളുടെ വേദനകൾ അറിഞ്ഞ് കർത്താവ് നമ്മോട് സംസാരിക്കും. അതാ ദൈവത്തിന്റെ വചനം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, എന്നോട് പ്രാർത്ഥിക്കണമേ, എന്നോട് സംസാരിക്കണമേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ച് കടന്നു വന്നാൽ നിങ്ങളോട് സംസാരിപ്പാനുള്ളത് ദൈവം തന്റെ ദാസന്മാരുടെ പക്കൽ ഏൽപ്പിക്കും. അവർ സംസാരിക്കുന്നത് അവരുടെ അതരത്തിന്റെ കേവല വാക്കുകളായിട്ട് മാത്രമല്ല, ദൈവാത്മാവിന്റെ നിയോഗപ്രകാരമുള്ള വാക്കുകൾ അത് സംസാരിക്കാൻ ഇടയായിത്തീരും. അതാ പരസ്പരമുള്ളതായ ഒരാത്മാർത്ഥതയിലുള്ള ഒരാരാധനയ്ക്ക് വേണ്ടിയുള്ളതായ ഒരു ആഹ്വാനം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവദാസന്മാർ, കർത്താവെ, ജനത്തിന് കൊടുക്കേണ്ട ദൂത് നൽകണമേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, ഞങ്ങൾക്കുള്ള ദൂത് ഞങ്ങളുടെ ദൈവദാസന്മാരുടെ പക്കൽ ഏൽപ്പിക്കണമേ എന്ന് ദൈവജനം പ്രാർത്ഥിക്കുമ്പോൾ, ഇത് രണ്ടും കൂടെ ദൈവസന്നിധിയിലേക്ക് ഉയരുമ്പോൾ ഉയരത്തിലിരിക്കുന്ന തമ്പുരാൻ നമ്മുടെ അവസ്ഥയറിഞ്ഞ് നമ്മോട് സംസാരിക്കും. അങ്ങനെ ഇന്ന് പകൽക്കാലം നമ്മെ ശക്തീകരിക്കുന്ന ദൈവവചനത്തിന്റെ മുമ്പിൽ ഒന്നുകൂടെ ബലപ്പെടാൻ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കാം. ഒരിക്കൽ കൂടെ സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഉറക്കെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്തുതിക്കുന്നതിന് തന്നെ ഒത്തിരി അർത്ഥമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവരുടെ ഘോഷം ബഹുദൂരത്തിൽ കേട്ടെന്ന ദൈവവചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നാം സ്തുതിക്കുമ്പോൾ സ്തുതിക്കുന്നതിന് വലിയൊരു അർത്ഥമുണ്ട്. അത് ഹല്ലേലൂയ ശത്രുപാളയത്തിനുമേൽ ഹല്ലേലൂയ നാം കൽപ്പിക്കുന്ന വിജയമാണ്, വിജയത്തിന്റെ പ്രഖ്യാപനമാണ്. അല്ല, ദൈവവൈതലിന്റെ ആത്മാർത്ഥതയോടുകൂടെയുള്ള സ്തുതി എന്ന് പറയുന്നത്. നാം കരങ്ങളടിച്ച് ആരാധിക്കുന്നതിന് അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ അർത്ഥമുണ്ട്. ഹല്ലേലൂയ. നാം ദൈവവചനത്തിൽ വായിക്കുമ്പോൾ അവർ അവനെ കൈകൊട്ടി പുറത്താക്കുമെന്ന്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവമക്കൾ ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ കൈയടിച്ചു ദൈവസന്നിധിയിൽ ആരാധിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ആത്മീക ആരാധനയിൽ അല്ലെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതത്തിന് വിരോധമായി നിൽക്കുന്ന സകല അനുഭവങ്ങളുടെ മേൽ ഒരു ജയം പ്രാപിപ്പാൻ ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ഒരു തത്വം വേദപുസ്തകത്തിന്റെ അടിസ്ഥാനമല്ലെങ്കിൽ ദൈവവചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തുകയില്ല. സങ്കീർത്തനത്തിൽ സകല ജാതികളുമായുള്ളവരെ കൈ കെട്ടുവീൻ എന്നല്ല, കൈ കൊട്ടുവീൻ. ഹല്ലേലൂയ. സകല ജാതികളുമായുള്ളവരെ കൈ
കെട്ടുവീണെന്നല്ല, ദൈവത്തിന് സ്തോത്രം, കൈ കൊട്ടുവീണെന്ന, ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, അതിനകത്ത് ഒരു ദൈവപ്രവൃത്തിയുണ്ട്. അത് ദൈവം അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തമ്പുരാൻ ഇഷ്ടമാ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇവിടെ വന്നത് ദൈവത്തിന് ഇഷ്ടമുള്ളത് കൊടുക്കാനാ. ഹല്ലേലൂയ. അവൻ ആഗ്രഹിക്കുന്നത് കൊടുക്കാൻ നമ്മുടെ അതരങ്ങളിൽ നിന്ന് വീഴുന്ന സ്തോത്രം, നമ്മൾ കൈയടിച്ചുള്ള ഒരു ആരാധന, വളരെ ഭവ്യതയോടെ ഭക്തിയോടെ ദൈവസന്നിധിയിലുള്ള ആരാധന, ഇതെല്ലാം ദൈവം ഇഷ്ടപ്പെടുന്നതല്ലേ ദൈവമക്കളെ? ഇവിടെ ഹല്ലേലൂയ, ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും, ഇവിടെ ഇരിക്കുന്ന എന്നെയോ കർത്താവിൻ്റെ ദാസനെയോ ഹല്ലേലൂയ ഞാൻ നന്നായി ആരാധിക്കുന്ന ഒരു ദൈവ വൈതലാണെന്ന് അല്ലെ സമർത്ഥിക്കാനോ സ്ഥാപിക്കാൻ വേണ്ടി അല്ല നമ്മൾ വന്നത്. ഞങ്ങൾ നല്ലപോലെ പ്രസംഗിക്കുന്നവരാണെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി അല്ല ഇവിടെ ആയിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്താലും കർത്താവ് മഹത്വപ്പെടണം, ഒന്നേ ആഗ്രഹിക്കാവൂ. ആരുടെയും പേരോ നാമമോ പുറത്തു വരരുത്, ആരുടെ ശേഷിയോ കഴിവോ പുറത്തു വരരുത്. പുറത്തു വരുന്നെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കണം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അതിനായി സഹായിക്കട്ടെ. വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് വേഗത്തിൽ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. 25-ാം സങ്കീർത്തനമാണല്ലോ നമുക്ക് വായിപ്പാനിടയായി തീർന്ന്. വളരെ മനോഹരമായ ആ ദൈവവചനത്തിൻ്റെ വാക്കുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. 22 വാക്യങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണല്ലോ 25-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ 25-ാം സങ്കീർത്തനത്തിന് ഒരു തലക്കെട്ട് അല്ലെ കൊടുത്താൽ, അത് അതിൻ്റെ വാക്യങ്ങൾ മൊത്തം വായിച്ചു നോക്കിയാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹല്ലേലൂയ ഒരു മാനസിക തകർച്ചയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവേദന്റെ ഒരു സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. അതിനകത്തെ വാക്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ എനിക്ക് മനപീഡകൾ എന്ത് ചെയ്തിരിക്കുക, വർദ്ധിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ അതിനകത്ത് ഒത്തിരി ഉള്ളത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഒരു മാനസിക വ്യതയുടെ സങ്കീർത്തനമെന്ന് നമുക്കിതിന് പറയാൻ കഴിയും. അതിൻ്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ നാം ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ ദൈവത്തോട് പറയാം, കർത്താവേ നീ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ ഒരു പഠിതാവിൻ്റെ മനസ്സിലുമായി ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു ദൈവവൈതലിൻ്റെ വാക്കുകളാണ് ആരംഭത്തിലെ 6 വാക്യങ്ങളിൽ ഹല്ലേലൂയ നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവേ എന്നെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ. എനിക്കിനി ഒരുപാട് പഠിപ്പിക്കാനുണ്ട്. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എന്തെങ്കിലും പ്രാപിച്ചവനല്ല, എന്തെങ്കിലും ഒക്കെ നേടി തികഞ്ഞവനായിട്ടല്ല, ഇനിയും എന്നെ നീ പഠിപ്പിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമക്കളെ, നമുക്ക് അങ്ങനെ എത്ര ദൈവസന്നിധിയിൽ ഒന്ന് വിധേയപ്പെട്ടിട്ട് പ്രാർത്ഥിക്കാൻ കഴിയും. കർത്താവേ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ. ഞാനൊരു പഠിതാവിൻ്റെ മനസ്സുമായി, ഒരു ശിഷ്യൻ്റെ മനസ്സുമായി, ഒരു ദാസൻ്റെ മനസ്സുമായി ദൈവസന്നിധിയിൽ വരികയാണ്. നാം ദൈവവചനത്തിൽ വായിക്കുമ്പോൾ അല്ല മറിയ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, അവർ കർത്താവിൻ്റെ കാൽക്കലിരുന്നു. ഹല്ലേലൂയ. പൗലോസ് പണ്ഡിതനായിത്തീർന്നു. പക്ഷേ പൗലോസിനെ കുറിച്ച് വചനം പറയുന്ന ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് ദൈവവചനം പഠിച്ചു. അല്ലെങ്കിൽ ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്കൾ ശ്രദ്ധിച്ചാൽ അവിടെ കാണാൻ കഴിയുന്നു, അവർ തൃക്കാൽക്കലിരുന്നു തിരുവചനങ്ങളെ പ്രാപിച്ചു. അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിൽ ഒന്ന് താണിരിക്കണം. കർത്താവേ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ, എന്നെ ഒന്ന് പഠിപ്പിക്കണമേ. ക്രിസ്തീയ ജീവിതം എങ്ങനെയാണെന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും. ഞാൻ വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് ഒത്തിരി കാലങ്ങളൊക്കെ ആയി. ഹല്ലേലൂയ. ഒരുപക്ഷെ ഈ പ്രസംഗിക്കുന്നതായ ഞാൻ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് വിശ്വാസത്തിൽ വേണ്ടി നിലകൊണ്ട മാതാപിതാക്കളാണ് പലരും ഇവിടെയുള്ളത്. ദൈവമക്കളെ, കഴിഞ്ഞ നാളുകൾ ദൈവം നമ്മെ അനവധി കാര്യങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് വീണ്ടും പഠനം പൂർത്തീകരിച്ചു എന്ന് ചിന്തിക്കരുത്. ഒരു ശിഷ്യന്റെ മനസ്സോടുകൂടെ കർത്താവേ എന്നെ പിന്നെയും പഠിപ്പിക്കണമേ, എന്നെ പഠിപ്പിക്കണേ കർത്താവേ, ഇനിയും എനിക്ക് അറിയാനുണ്ടല്ലോ, ഇനിയും ഗ്രഹിക്കാനുണ്ടല്ലോ, കർത്താവേ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ. പൗലോസ് പഠനത്തിൽ വളരെയധികം പാണ്ഡിത്യം നേടിയവനാണ്. പൗലോസ് പറഞ്ഞത്, സഹോദരന്മാരെ ലഭിച്ചിരിക്കുന്നെന്ന് നിരൂപിക്കുന്നില്ല, പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല, സകലം തികഞ്ഞെന്നും ഒരു ബോധ്യം എനിക്ക് ഇല്ല. പ്രാപിക്കാമെന്ന് വെച്ച് ഞാൻ ഇനിയും ആഗ്രഹിക്കുക, ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയാണ്, ദൈവസന്നിധിയിൽ താണിരിക്കുക. ആകയാൽ ഇന്ന് പകൽക്കാലം ആ സങ്കീർത്തനത്തിൻ്റെ ആരംഭഭാഗം നമ്മോട് സംസാരിക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ നമുക്ക് ആത്മാർത്ഥതയോടൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുത്തെ സന്നിധിയിൽ ചിലതുകൂടെ പഠിക്കാൻ ദൈവം എന്നെ സഹായിക്കണമേ. പഠിക്കണമെങ്കിൽ പാദപീഠത്തിലിരിക്കണം, അതിനുവേണ്ടി സമയം കണ്ടെത്തണം, അതിനുവേണ്ടി സമയം വേർതിരിക്കണം. എന്നിട്ട് പ്രാർത്ഥനയോടെ ദൈവത്തോട് യാചിക്കണം, കർത്താവേ അവിടുത്തെ ശബ്ദം എന്നെ ഒന്ന് കേൾപ്പിക്കണമേ, ഞാൻ പോകേണ്ട വഴി എന്നെ ഒന്ന് കാണിക്കണമേ. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കറക്റ്റ് ചെയ്യണമെങ്കിൽ ഈ പഠിപ്പിക്കുക എന്ന് പറയുന്നത് കുറേ പഠിപ്പിച്ചു വിടുക മാത്രമല്ല, കറക്ഷനൂടെ അതിനകത്തുണ്ട്. അത് നന്നായിട്ട് അറിയണമെങ്കിൽ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് നിങ്ങളിവിടെ വന്നാൽ അറിയാം. ഇവിടെ നമ്മുടെ ചില കുഞ്ഞുങ്ങളെ ഇവിടെ കീബോർഡ് പഠിപ്പിക്കാനായിട്ടൊരു സാറ് വരുന്നുണ്ട്. ആ സാർ ഇങ്ങനെ ചില കോഡൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പല പ്രായക്കാരല്ലോ അവരിങ്ങനെ വായിക്കുമ്പോൾ എന്നാൽ കൊള്ളാം, നല്ല ശബ്ദം പുറത്തു വരുന്നതെന്നല്ല സാറ് ചിന്തിക്കുന്നത്. അത് തെറ്റാണെങ്കിൽ പറയും, കുഞ്ഞെ ആ ഫിംഗർ വെക്കേണ്ടത് ആ കട്ടയിലല്ല, കട്ട മാറ്റി പിടിക്കണം
എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നതിനകത്ത് കർശനൂടുണ്ട്. അത് ഞാൻ വെച്ചത് ശരിയാ, ഇനി മാറ്റി പിടിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ശരിയാകത്തില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചു വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് 1 2 3 അറിയാമെന്ന് ചോദിച്ചാൽ ചില കുഞ്ഞുങ്ങളൊക്കെ പറയും 1 3 4 7 2 എന്ന് പറയും. അക്ഷരങ്ങളെല്ലാം ഉണ്ടല്ലോ, ഇതും അക്ഷരങ്ങളാണല്ലോ, അല്ലെങ്കിൽ ഇതും അക്കങ്ങളാണല്ലോ എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ എന്തായാലും അത്രയും കുഞ്ഞ് പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചല്ല നമ്മൾ കറക്റ്റ് ചെയ്യും. 1 കഴിഞ്ഞിട്ട് 3 അല്ല പറയേണ്ടത്, 2 അതിൻ്റെ ഇടയ്ക്കുണ്ട്. ഹല്ലേലൂയ. 4 കഴിഞ്ഞല്ല 3 പറയേണ്ടത്, 3 കഴിഞ്ഞാൽ 4 പറയേണ്ടത്. കറക്ഷനുണ്ട്, അല്ല തിരുത്തി കൊടുക്കും. അങ്ങനെയെങ്കിൽ പഠനത്തിൻ്റെ ഭാഗം തിരുത്തലുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് പറയാനൊക്കത്തില്ല. ദൈവമക്കളെ, കഴിഞ്ഞ 10-25 വർഷമായി കർത്താവിൻ്റെ വേലയിൽ ഞാനായിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഞാൻ ഈ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് പറയാനൊക്കത്തില്ല. കർത്താവിൻ്റെ ദാസൻ എന്നെക്കാട്ടിൽ സീനിയറായിട്ടുള്ള ദൈവദാസനാണ്. അദ്ദേഹത്തിന് ഒരു പക്ഷേ പറയാൻ കഴിയത്തില്ല ഞങ്ങളൊക്കെ ചെയ്യുന്ന 100% കറക്റ്റാണെന്ന്. തിരുത്തലുകൾ ഞങ്ങൾക്കെല്ലാം ആവശ്യമാണ്, നമുക്കെല്ലാം ആവശ്യമാണ്. അതുകൊണ്ട് ദൈവം തമ്പുരാനോട് നമ്മളെ കറക്റ്റ് ചെയ്യുന്നത് ഒരു നല്ല ഗുരുവും കർത്താവുമായ ഒരുവൻ മുകളിലുണ്ട്. ആ കർത്താവിനോട് പറയണം, കർത്താവേ, ഞാൻ പോകുന്നതായ ജീവിതയാത്രയിൽ എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ, എൻ്റെ ഇടപാട് ശരിയല്ലെങ്കിൽ, എൻ്റെ സംസാരം ശരിയല്ലെങ്കിൽ, എൻ്റെ സഹകരണം ശരിയല്ലെങ്കിൽ, അങ്ങേ സേവിക്കുന്നത് ശരിയല്ലെങ്കിൽ, എവിടെയെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ എന്നെ ഒന്ന് പഠിപ്പിക്കണം. ആ ശിഷ്യൻ്റെ മനസ്സോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് നടത്തിയല്ല. അല്ലെങ്കിൽ 1-ാമത്തെ ആ ഭാഗം 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളിൽ ദൈവസന്നിധിയിൽ പറയുന്നത് കർത്താവെ പഠിപ്പിക്കണമേ എന്ന്. ഇനി അതിൻ്റെ 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചു വരുമ്പോൾ അവിടെ നമ്മൾ പറയുന്നത് കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എന്ന്. 2 ഭാഗങ്ങളിലായി അവിടെ നമുക്ക് ആ പദം കാണാൻ കഴിയുന്നു. കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എന്നുള്ളതായ ആ പദം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ ഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ. അതിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ആ ആ ആ അപ്പോൾ ദൈവത്തോട് പറയുക, കർത്താവേ നീ അത് ക്ഷമിക്കണമേ എന്നുള്ളതിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഇനി അതിൻ്റെ 11-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. ആ അപ്പോൾ ദൈവസന്നിധി പറയാ, കർത്താവേ നീ എന്ത് ചെയ്യണം? ക്ഷമിക്കണമേ. നമ്മളെ ദൈവമക്കളെ, നമ്മൾ ദൈവസന്നിധിയിൽ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? ഹല്ലേലൂയ. കർത്താവെ എന്നോട് ക്ഷമിക്കണേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവെ, അരുതാത്തത് എന്നിൽ വന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ചലനങ്ങളിലും സഹജീവികളുമായിട്ടുള്ള ഇടപാടിൽ, അങ്ങേ സേവിക്കുന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ ക്ഷമയാചിക്കേണ്ട ഒരു അനുഭവം നമ്മിലുണ്ടെന്ന് ദൈവവചനം ഓർപ്പിക്കുമ്പോൾ നമ്മൾ എത്ര പേർക്ക് ദൈവത്തോട് പറയാൻ കഴിയും? കർത്താവെ എന്നോട് ക്ഷമിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒരു യഥാർത്ഥ ഭക്തിയുടെ ലക്ഷണമാണ് ഹല്ലേലൂയ ക്ഷമിക്കപ്പെടണം എന്നുള്ള, ക്ഷമയാചിക്കണമെന്നൊരു ബോധം വരുമ്പോൾ അതിനു വേണ്ടി തയ്യാറാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു മഹാനോട് ഒരിക്കൽ ഹല്ലേലൂയ ഒരു വേദജ്ഞാനി ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, തെറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാട്ടാൻ ഒത്തിരി തെറ്റുണ്ട്. വേദപുസ്തക പ്രകാരം ഏറ്റവും വലിയ തെറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്കും ഹല്ലേലൂയ ഒരു 95% പറയാൻ കഴിയുന്ന ഒരു ഉത്തരമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. തെറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാട്ടാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ആ മഹാനായ ജ്ഞാനിയായ മനുഷ്യൻ പറയുന്നു, ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്തത് ശരിയല്ലെന്ന് ബോധം വരുമ്പോൾ അത് സമ്മതിക്കാതിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റ്. ഇപ്പം നമ്മളൊരാൾ ദൈവം തമ്പുരാൻ നമ്മളോട് പറയുക, കുഞ്ഞാ നീ ചെയ്തത് ശരിയല്ല. അത് ദൈവം നമ്മോട് പറയുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുമ്പോഴും നമ്മുടെ മനസ്സാക്ഷി കൊണ്ടും നമ്മുടെ ബോധം കൊണ്ടും നമ്മളത് സമ്മതിക്കാതിരിക്കുക. അതങ്ങനൊന്നും പറഞ്ഞാൽ ഒക്കത്തില്ല. ഞാൻ സമ്മതിക്കത്തില്ല. എന്തോ സമ്മതിക്കത്തില്ല? തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കത്തില്ല. ഇതാ ഏറ്റവും വലിയ തെറ്റ്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും ഉണ്ട്. അല്ലെ പൗലോസ് പറയുന്നത് പോലെ, അപ്പോസ്തലന്മാർ പറയുന്നത് പോലെ, യാതൊരു തെറ്റിനെക്കുറിച്ചും കുറ്റത്തെക്കുറിച്ചും ബോധം വന്നില്ലെങ്കിലും ഞാൻ നീതിമാനെന്ന് വരികയില്ല. എന്നെ നീതീകരിക്കുന്ന ഒരു കർത്താവുണ്ട്, എന്നെ കാണുന്നൊരു ദൈവമുണ്ട്, എന്നെ അറിയുന്നൊരു കർത്താവ് മീതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ എന്നോടൊന്ന് ക്ഷമിക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ഏതെങ്കിലും ഒരു അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? അതിന് നമുക്കൊന്ന് തയ്യാറാകാൻ കഴിയുമോ? നമ്മുടെ മനസ്സ് അതിനു വേണ്ടി ഒന്ന് ഒരുക്കപ്പെടാൻ കഴിയുമോ? കർത്താവേ, എൻ്റെ ചിന്തയിൽ, എൻ്റെ പ്രവൃത്തിയിൽ, എൻ്റെ പെരുമാറ്റത്തിൽ, എൻ്റെ ക്രിസ്തീയ ജീവിതത്തിലൊക്കെ ക്ഷമിക്കപ്പെടേണ്ട പലതുമുണ്ട്. ക്ഷമിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അതിനു മുമ്പ് നമ്മളൊരു കാര്യം ചെയ്യണം. എന്തോ ചെയ്യണം? നമ്മളാദ്യം ക്ഷമിക്കണം. ആരോട്? അല്ലെങ്കിൽ ക്ഷമിക്കേണ്ടവരോട് ആദ്യം
ക്ഷമിക്കണം. എന്നിട്ട് ദൈവം തമ്പുരാനോട് പ്രാർത്ഥിക്കാവൂ. ഹല്ലേലൂയ. എൻ്റെ കാണപ്പെടുന്ന സഹോദരനോട്, എൻ്റെ കൂട്ടുവിശ്വാസിയോട്, എന്നോട് ഒരുമിച്ച് ജോലി ചെയ്യുന്നവനോട്, എന്നോട് ഒരുമിച്ച് സഹകരിക്കുന്ന വ്യക്തിയോട് എനിക്ക് ക്ഷമിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയും? ഹല്ലേലൂയ. ദൈവമക്കളെ, ക്ഷമയെന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ആരംഭകാലങ്ങളിൽ മാത്രം ഉണ്ടാകേണ്ട ഒരു പ്രവണതയല്ല. അല്ലെ, വിശ്വാസ ജീവിതത്തിൻ്റെ പഴക്കം വരുമ്പോൾ, അല്ലെ പഴക്കം കൂടുമ്പോൾ കാലഹരണപ്പെട്ടു പോകുന്ന ഒന്നായി മാറരുത് ക്ഷമ. ജീവിതത്തിൽ എന്നും ക്ഷമയുണ്ടായിരിക്കണം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നമ്മുടെ മനസ്സൊന്ന് ഒരുങ്ങട്ടെ. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ കുടുംബത്തോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. സങ്കീർത്തനം 19 വായിക്കുന്നല്ലോ, എൻ്റെ തെറ്റുകളൊന്നും എൻ്റെ മേൽ വാഴരുതേ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥനയാ, ക്ഷമയ്ക്ക് വേണ്ടിയുള്ളൊരു യാചനയാ. ദൈവത്തിന് സ്തോത്രം. 3-ാമത്തെ ഭാഗത്തിലേക്ക് വേഗത്തിൽ കടന്നു വരട്ടെ. അതിൻ്റെ 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന 3-ാമത്തെ പ്രാർത്ഥന ചിന്ത ഇതാണ്: യഹോവേ, എന്നോട് കരുണ തോന്നണമേ. നമ്മളിവിടെ ശ്രദ്ധിക്കുന്നു. അതിൻ്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. എന്നോട് കരുണ തോന്നണമേ. ഞാൻ ഒറ്റയായിപ്പോയി കർത്താവേ, ഞാൻ ഒറ്റയായിപ്പോയി. അല്ലെ, ഞാൻ ഒറ്റപ്പെട്ടു പോയി. എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ ഹല്ലേലൂയ എൻ്റെ കുടുംബം ഒറ്റപ്പെട്ടു പോയി. അല്ലേ, ഞാൻ ഒറ്റപ്പെട്ടു പോയി. പലരുടെ മുമ്പിൽ ഹല്ലേലൂയ ഞാൻ ഏകനായി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാ. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തോട് പറയാ, കർത്താവേ, കരുണ തോന്നണമേ. കരുണ തോന്നുകൊണ്ട് ദൈവം തമ്പുരാൻ കരുണ തോന്നിയാൽ നമ്മുടെ സാഹചര്യങ്ങൾക്കെല്ലാം ഒരു മാറ്റം വരും. ഇന്ന് നമ്മളോട് അകന്ന് നിൽക്കുന്നവർ നമ്മളോട് സ്നേഹമായിട്ട് അടുത്ത് വരാനിടയായിത്തരും. അല്ലെങ്കിൽ നമ്മുടേതായ ഭാരങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നാം അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നങ്ങളുടെ നടുവിലാണോ ദൈവത്തോട് കരുണ തോന്നണമെന്ന് പറയുന്നത്, അതിനെല്ലാം ഒരു മാറ്റം വരാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഈ 3 നിലകളിലാണ് ഈ സങ്കീർത്തനത്തെ നമുക്ക് കാണുവാനും മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തെ ദൈവവചന അല്ലെ ചിന്തയ്ക്കായി നമുക്ക് വീണ്ടും 25-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്യം നമുക്ക് വായിക്കാം. അതിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് ദൈവസന്നിധി വായിക്കാം. 25-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യമാണ് നാം വായിച്ചത്. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഇന്ന് പകൽക്കാലത്തെ ചിന്തയുടെ പ്രമേയം, നമ്മുടെ ചിന്തയുടെ വിഷയമെന്ന് പറയുന്നത് ഭക്തനെ ലജ്ജിപ്പിക്കാത്ത ദൈവം. ദൈവത്തിന് സ്തോത്രം. ഭക്തനെ ലജ്ജിപ്പിക്കാത്ത ദൈവം. ആ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? അവർ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ ദൈവമേ നിന്നെയാ. ദൈവത്തിന് സ്തോത്രം. നീ ലജ്ജിപ്പിക്കാത്ത ദൈവമാണ്. അതുകൊണ്ട് നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും, ദൈവത്തിന് സ്തോത്രം. ഞാൻ കാത്തിരിക്കുന്നത് ലോകത്തിലെ ഏതെങ്കിലും അല്ലെ ഒരു മനുഷ്യനെ അല്ല, ലോകത്തിലെ ഏതെങ്കിലും ഒരു നേതാവിനെ അല്ല. ഞാൻ കാത്തിരിക്കുന്നത് എന്നെ ഹല്ലേലൂയ രക്ഷിച്ചവനും എന്നെ വിടുവിച്ചവനും എന്നെ സൃഷ്ടിച്ചവനും എൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊരി തന്നവനും എന്നെ ഈ ഭൂമിയിൽ ഉരുവാക്കിയതായ ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാൻ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ധൈര്യത്തോട് പറയുകയാണ്, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ നമ്മൾ എങ്ങനെയാ കാത്തിരിക്കേണ്ടത്? കാത്തിരിക്കേണ്ടവർക്കുണ്ടായിരിക്കേണ്ട മനോഭാവം എന്താ? 1-2 വാക്കുകൾ വേഗത്തിൽ ഓർപ്പിച്ച് ദൈവം എനിക്ക് തന്ന ആലോചന പറഞ്ഞ് ദൈവസന്നിധി വേഗത്തിലിരിക്കുക. എങ്ങനെയാ ദൈവസന്നിധിയിൽ കാത്തിരിക്കേണ്ടത്? ഒന്നാമത് കാത്തിരിക്കേണ്ടത് വളരെ വിശ്വാസത്തോടെ കാത്തിരിക്കണം. വിശ്വാസത്തോടെ. ഹല്ലേലൂയ. 123-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അല്ല, 123-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യം. അപ്പം നോക്കണമേ, അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോൾ. അപ്പം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവങ്കിലേക്ക് മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് നോക്കാൻ വേറെ ഒരു ഇടമില്ല. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നോക്കാൻ കൊള്ളാവുന്ന നല്ല ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ കർത്താവ്. അതുകൊണ്ട് വിശ്വാസത്തോടെ അവങ്കിലേക്ക് നോക്കിയിരിക്കുക. എന്നുവരെ അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം, അവൻ ഞങ്ങളോട് മനസ്സലിയുവോളം, ഞങ്ങളുടെ വിഷയത്തിൽ കർത്താവ് പ്രവർത്തിക്കും തോറും, അല്ലെങ്കിൽ ഞങ്ങളുടെ വിഷയത്തിൽ കർത്താവ്
എഴുന്നേറ്റ് വരുന്നത് വരെ, ഹല്ലേലൂയ, ഒന്നുകൂടെ പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പരാതി സമർപ്പിച്ച ആ ഫയൽ കർത്താവ് ഒന്ന് കയ്യേൽക്കുന്നത് വരെ, എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചെന്ന് എൻ്റെ കണ്ണുകളുടെ മുമ്പിൽ ഞാൻ കാണുന്നത് വരെ, അതിൻ്റെ ചലനങ്ങൾ എൻ്റെ കാതിൽ ഞാൻ കേൾക്കുന്നത് വരെ എൻ്റെ കണ്ണുകൾ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ദൈവമക്കളെ, അത്ര ഒരു വലിയ ഉറപ്പോടെ, ഒരു വിശ്വാസത്തോടെ അല്ലെങ്കിൽ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു ദൈവ പൈതൽ ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിക്കയില്ല. ഹല്ലേലൂയ. അവന് പറയാനുള്ളത്, ദൈവസന്നിധി പ്രഖ്യാപിക്കാനുള്ളത്, കൃപ ചെയ്യുവോളം, ഹല്ലേലൂയ, ആ കരുണ എന്നിൽ വെളിപ്പെടുന്ന സമയം വരെയും, ആ ദൈവം എന്നോട് ദയ തോന്നുന്ന സമയം വരെ, ആ ദൈവം എന്നോട് മനസ്സ് തോന്നുന്ന സമയം വരെ, ആ ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് വരെ അല്ലേ ഞാൻ കാത്തിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കുറച്ച് സമയമൊക്കെ കാത്തിരുന്ന് ക്ഷീണം വരുമ്പോൾ അല്ലെങ്കിൽ അത് മടിച്ചു പോകുകയല്ല, മടുത്തു പോകുകയല്ല, ആ പ്രാർത്ഥന അവസാനിപ്പിച്ച്, ആ കണ്ണുനീര് അവസാനിപ്പിച്ച്, ആ ഉപവാസം നിർത്തി, ഹല്ലേലൂയ, ഒരു ദൈവസന്നിധിയിൽ മനസ്സ് കഠിനപ്പെട്ട് എഴുന്നേറ്റ് പോകുകയല്ല, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഞാൻ ആരെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? ഞാൻ ആരുടെ പാരപീഠത്തിലാണ് ആയിരിക്കുന്നത്? ഞാൻ വിളിക്കുന്ന ദൈവം, ഞാൻ ഹല്ലേലൂയ ആശ്രയിക്കുന്ന ദൈവം, നിലവിളിക്കുന്ന ദൈവം ആരാണെന്നുള്ള നല്ല ബോധ്യമുള്ളത് കൊണ്ട് ദൈവസന്നിധിയിൽ ഭക്തൻ പറയുകയാണ്, അവൻ കൃപ ചെയ്യുവോളം വിശ്വാസത്തോടെ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളിൽ ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവസന്നിധിയിൽ വിഷയങ്ങളെ സമർപ്പിച്ച് എൻ്റെ വിഷയത്തിൽ പ്രവർത്തിക്കാൻ എൻ്റെ ദൈവം ശക്തനാണെന്നുള്ള വിശ്വാസത്തോടെ കാത്തിരുന്ന് മറുപടി പ്രാപിച്ച ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ വിഷയത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചത് ദൈവമാ, നമുക്ക് വേണ്ടി ഉത്തരം അരുളിയത് ദൈവമാ, നമുക്ക് വേണ്ടി ഹല്ലേലൂയ ആകാശം ചായച്ചിറങ്ങി വന്ന് അത്ഭുതങ്ങളെ ചെയ്തത് ആ സ്വർഗത്തിലെ ദൈവമാ. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാകയില്ല, ആ ദൈവത്തെ എത്ര മഹത്വപ്പെടുത്തിയാലും മതിയാകയില്ല. ആരും അടുത്തു വന്നില്ലെങ്കിലും അടുത്തു വരുന്ന ഒരു കർത്താവുണ്ട്, ആരും വിളി കേട്ടില്ലെങ്കിലും വിളി കേൾക്കുന്ന ഒരു കർത്താവുണ്ട്, ആരും ഇറങ്ങി വന്നില്ലെങ്കിലും ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ നാം കാണുന്നു, ഞാൻ ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ ഉന്നതനും ഉയർന്നവനുമായി ഉയരത്തിൽ വസിക്കുന്നെങ്കിലും താഴ്മയുള്ളവരുടെ ഹൃദയത്തിനും മനസ്താപമുള്ളവരുടെ മനസ്സിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോട് കൂടെ വസിക്കുന്നവന്. ഉയരത്തിൽ വസിക്കുമ്പോൾ തന്നെ അലിവ് കാണണമെന്ന്, അലിവ് കാട്ടണമെന്ന് ആഗ്രഹിക്കുന്നവന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. ആരും റെക്കമെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവ പൈതലേ, നിന്റെ നിലവിളിയുടെ മുമ്പിൽ അവന് കരുണ തോന്നാതിരിക്കയില്ല. അവൻ മനസ്സലിയുന്നവന്, അവൻ ആർദ്രത തോന്നുന്നവന്. ചിന്തിച്ചു നോക്കിക്കേ, കഴിഞ്ഞ നാളുകളിൽ ദൈവസന്നിധിയിൽ ഒഴുക്കിയ കണ്ണുനീരിന് ഒന്നിനു പോലും മറുപടിയില്ലാതെ ദൈവം എല്ലാത്തിനും അക്കമിട്ട് മറുപടി തന്നു ദൈവം നമ്മെ ആദരിച്ചെങ്കിൽ, ഈ ആരാധനയിൽ കൊണ്ടുവന്ന് ദൈവശബ്ദം കേൾക്കാൻ നമ്മെ പ്രാപ്തരാക്കിയെങ്കിലും അത് ദൈവത്തിന്റെ കരുണയെന്നും അത് ദൈവത്തിന്റെ കൃപയെന്നും അറിയുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ, 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 ആമേൻ. അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം. ഹല്ലേലൂയ. ഒരുപക്ഷെ 1 വർഷം കാത്തിരുന്നു, മറുപടി കിട്ടിയില്ല. 2 വർഷം കാത്തിരുന്നു, മറുപടി കിട്ടിയില്ല. 3 വർഷം കാത്തിരുന്നു, മറുപടി കിട്ടിയില്ല. ഒരുപക്ഷെ അത് 5ആയി, 10ആയി, 15ആയി, 20ആയി. അല്ല, എന്നിട്ടും മറുപടി കിട്ടാതെ വരുന്നപ്പോൾ മനസ്സ് തളർന്നില്ല, മനസ്സ് ക്ഷീണിച്ചില്ല. ഹല്ലേലൂയ. അവൻ ഒന്നറിയാം, ഞാൻ വന്നായിരിക്കുന്നതായ ഹല്ലേലൂയ സ്ഥലം ഏതാണെന്നറിയാം. ഈ കുളക്കരയിൽ ഒരു വിടുതലുണ്ടെന്നറിയാം. ഇവിടെ ഒരു സൗഖ്യം വ്യാപരിക്കുന്നെന്നറിയാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി, ഹല്ലേലൂയ ചലനങ്ങൾ ഞാൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാ. ദൈവപ്രവൃത്തിയുടെ ചലനങ്ങളുടെ ഹല്ലേലൂയ കേന്ദ്രത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ചലനങ്ങൾ ഞാൻ എന്റെ കൺമുമ്പിൽ കാണുന്നുണ്ട്. അല്ല, പലരിലും വെളിപ്പെട്ട ആ ദൈവത്തിന്റെ വിടുതൽ എന്നിലേക്കും വെളിപ്പെടുന്ന ഒരു സമയമുണ്ടെന്ന് ഹൃദയത്തിൽ അറിഞ്ഞവൻ കാത്തിരിക്കുക. കുളക്കരയിൽ കിടന്ന മനുഷ്യൻ കർത്താവ് നേരിട്ടൊരു സൗഖ്യം കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തോടല്ല കാത്തിരിക്കുന്നത്. അവന്റെ കണ്ണുകൾ കൊണ്ട് അവൻ കാണുന്ന തരത്തിലുള്ളൊരു വിടുതൽ ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും അനുഭവിപ്പാൻ കഴിയുമെന്ന് വിചാരിച്ച് ആ ഒരു വലിയ ചിന്തയോടുകൂടെ കൃപ ചെയ്യുവോളം അവൻ കാത്തിരിക്കുകയാണ്. ചില വർഷങ്ങൾ കഴിഞ്ഞ് എഴുന്നേറ്റ് പോയില്ല, ചില വർഷങ്ങൾ കഴിഞ്ഞ് കിടക്ക മടക്കിയില്ല. ഹല്ലേലൂയ. അവിടെ നിന്ന് എഴുന്നേൽക്കാൻ കുറ്റം പറയാൻ അവൻ തയ്യാറായില്ല. ഈ സൗഖ്യം ശരിയല്ലെന്ന് പറയാൻ തയ്യാറായില്ല. അവൻ വിശ്വാസത്തോടെ കാത്തുകഴിയുകയാ.
ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഞാനും നീയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ, ആഗ്രഹിച്ച സമയങ്ങളിൽ ഒരു വിടുതൽ നടക്കാതെ വരുമ്പോൾ കുറ്റം പറയാൻ തുടങ്ങരുത്. പ്രാർത്ഥിക്കുന്നവനെ കുറ്റം പറയരുത്. നിന്നോട് നൂറ് പറഞ്ഞ വ്യക്തിയെ കുറ്റം പറയരുത്. ആ ദൈവത്തിനെതിരെ നീ സംസാരിക്കരുത്. ഈ സൗഖ്യം ശരിയല്ലെന്ന് പറയരുത്. ഈ വിടുതൽ ശരിയല്ലെന്ന് പറയരുത്. ദൈവത്തിന്റെ കരം നമ്മുടെ മേൽ ഭാരമാകും. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ആ മനുഷ്യൻ മടുത്തുപോയില്ല. അവൻ ചിന്തിച്ച് വിശ്വാസത്തോടെ കഴിഞ്ഞു. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ കഴിവുകളെ കേടുകൾ എനിക്കറിയാം, എന്റെ പോരായ്മകൾ എനിക്കറിയാം. എങ്കിലും എന്റെ വിശ്വാസത്തെ മാനിക്കുന്ന ഒരു ദൈവം വിട്ടുപോകാതെ ഈ കുളക്കരയിൽ കിടക്കുന്ന എനിക്ക് വേണ്ടി ഒരു സൗഖ്യം തരാൻ എന്റെ ദൈവം വിശ്വസ്തൻ. അനേകർ ഒരുപക്ഷെ ഈ കുളക്കരയിൽ നിന്നുള്ള വിടുതൽ ലഭിക്കാതെ മടങ്ങിപ്പോയപ്പോ, അനേകർ പിന്മാറിപ്പോയപ്പോ, ഇത് ശരിയല്ലെന്നുള്ള മുദ്രകുത്തോടെ അനേകർ ഇവിടം വിട്ടുപോയപ്പോൾ ഈ മനുഷ്യൻ പോകാതെ നിൽക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? അവന്റെ ഉള്ളിലെ വിശ്വാസം അവനറിയാം, ഇതിന്റെ മേൽ വിടുതൽ നൽകാൻ ഇതിനപ്പുറത്ത് വേറൊരു ഇടമില്ല. ഹല്ലേലൂയ. ഇനി അതിന്റെ മേലൊരു സൗഖ്യം തരാൻ ഇതിനപ്പുറത്തൊരു ദൈവമില്ല. ഇതിനപ്പുറത്ത് കരുത്തനായ ഒരുവൻ ഇല്ല. അതുകൊണ്ട് അവൻ വിശ്വാസത്തോടെ കാത്തു കഴിയുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവമേ, കഴിഞ്ഞ നിമിഷങ്ങളിൽ നഷ്ടപ്പെട്ട അവസരങ്ങളെ ഓർത്ത്, കഴിഞ്ഞ നിമിഷങ്ങളിൽ നഷ്ടപ്പെട്ടു പോയതായ അനുഭവങ്ങളെ ഓർത്ത് മനസ്സ് വേദനിക്കുന്ന ഏതെങ്കിലും ജീവിതങ്ങളിൽ ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഇന്നലകളിൽ ലഭിച്ചതിനേക്കാൾ വ്യത്യസ്തമായ നിലകളിലൂടെ ഒരു വിടുതലുമായി ഹല്ലേലൂയ നീ കാത്തിരിക്കുന്ന പ്രത്യാശ പുരുഷൻ, നിന്റെ കാന്തനായ കർത്താവ് നിന്നെ കാത്തിരിക്കുന്ന നിന്റെ അടുക്കലേക്ക് അവൻ കടന്നു വരുവാൻ നിമിഷങ്ങൾ ഹല്ലേലൂയ എണ്ണിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം മറക്കരുത്. ഇന്ന് പകൽക്കാലം വരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ നിന്റെ വിടുതൽ നീ അനുഭവിക്കോ, നിന്റെ സൗഖ്യം നീ പ്രാപിക്കോ, നിന്റെ കഷ്ടതകൾക്ക് ഒരു പര്യവസാനം ഉണ്ടാകും. അത് ചെയ്യാൻ എന്റെ ദൈവം വിശ്വാസൻ. ഓ ശമന റിഗദന വൈഡമനഗസ്തരാധനാദിയ. അത് വിശ്വസിക്കുന്ന അല്പസമയം കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ റബല ശദ്ദലാദിയാദലാദല അർഥുരാജഗാദന റിവൽഖമനവലവലവ ശംബമാരഗദനിയ അർഥുരാ വൈഡവലവസിയാര. യേശുവിന്റെ നാമത്തിൽ എല്ലാ നിരാശകൾ മാറട്ടെ, എല്ലാ മനസ്സിൻ്റെതായ ഭാരങ്ങൾ മാറട്ടെ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ബലത്തോടെ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് പകൽ നിന്നെ തൊടുകയോ. ഓ റിവാലവാല ശാന്തരാജലാധിയാരദന അസ്തുരാജലാദന ദിഗൽഖനാദരാദിയാര. യേശുവിന്റെ നാമത്തിൽ ജയം ജയം. ദൈവകൃപ ശക്തിയോടെ ആരാധിച്ചാട്ടെ, ബലത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഒരു വിടുതൽ നമ്മുടെ മധ്യ വ്യാപരിക്കട്ടെ, ഒരു സൗഖ്യം നമ്മുടെ മധ്യ വ്യാപരിക്കട്ടെ. എല്ലാ ലോകത്തിന്റെ അനുഭവങ്ങൾ ഇന്നു പകൽക്കാലം യേശു സൗഖ്യമാകട്ടെ. അവൻ നിന്നെ സഹായിക്കുന്ന ദൈവമാ, അവൻ നിന്നെ സൗഖ്യമാക്കുന്ന പിതാവ്. ഇന്നു പകൽ അവൻ നിന്നെ കരത്തിന് പിടിക്കുകയോ. ഓ രാബ ശാന്തനാദിയാരദല റൗഡൽ ഖനാദിയ ഹസ്തുരമന വൈഡവൽ കമന റൂഡല ശൈലബാലബലബ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. ശരീരത്തിൽ വേദനയുള്ള ഭാഗങ്ങളിൽ കർത്താവ് ഇന്ന് പകൽക്കാലം തൊടുകയാ. ആ വേദനയുള്ള അവയവങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം കർത്താവ് തൊടുകയാ. നിന്റെ ശരീരത്തിന്റെ അബ്നോർമലായി നിൽക്കുന്ന ആ രോഗത്തിന്റെ അവസ്ഥകൾ, അളവ് കൂടി നിൽക്കുന്ന ആ ഭാരമായി നിൽക്കുന്ന അവസ്ഥകൾ എന്റെ യേശുവിന്റെ നാമത്തിൽ അത് നോർമലാകുകയാണ്. യേശുവിന്റെ വായത് ഇന്ന് പകൽക്കാലം കൽപ്പിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ആ രോഗബന്ധനങ്ങളുടേതായ അബ്നോർമലായിട്ടുള്ള അളവുകൾ യേശുവിന്റെ നാമത്തിൽ നിയന്ത്രിക്കപ്പെടുകയാണ്. അത് നിയന്ത്രിക്കപ്പെടുകയാ. നിയന്ത്രണ വിധേയമായി നിൽക്കുന്ന എല്ലാ അനുഭവങ്ങളും നിയന്ത്രണത്തിന് അധീനമാകുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ ഒരു വിടുതൽ കർത്താവേ നിങ്ങളുടെ മധ്യ ചെയ്യുന്നതിനാൽ സ്തോത്രം. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നല്ലോ, ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുന്നല്ലോ. അത് വ്യക്തികളിലൂടെ വ്യാപരിക്കുന്നല്ലോ, അത് കുടുംബങ്ങളിൽ വ്യാപരിക്കുന്നല്ലോ. ഈ ആരാധനയിൽ സംബന്ധിക്കാത്തതായ ജീവിതങ്ങളിൽ ഹല്ലേലൂയ ഞങ്ങളുടെ ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആ ദൈവകൃപ വ്യാപരിക്കുന്നല്ലോ. അടുത്തും അകലെയുമായി ആ ദൈവകൃപ വ്യാപരിക്കണമേ, ആ ദൈവശക്തി വ്യാപരിക്കണമേ. ഹുഡാരവാലവ ശാന്തരാദിയാല ഹുഡാരവാലവ ശാന്തരാദിയാല. ഓ ഹല്ലേലൂയ
ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ. അവിടുത്തെ ബലമുള്ള കരം ഞങ്ങളുടെ മക്കളുടെ മേൽ വെക്കണമേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ മേൽ വെക്കണമേ, ഞങ്ങളുടെ മാതാക്കളുടെ മേൽ വെക്കണമേ, ഞങ്ങളുടെ രോഗിയുടെ മേൽ വെക്കണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ വെക്കണമേ. പിതാവേ, അങ്ങൊന്ന് തുടരണമേ കർത്താവേ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവിന് മഹത്വം 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 മഹത്വം. ഗ്ലോറി 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 ഗ്ലോറി. ദൈവകൃപ 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 ദൈവകൃപ. വിശ്വാസത്താൽ വിടുതൽ ഏറ്റെടുത്താട്ടെ. നമ്മുടെ രോഗത്തിന്റെ മേൽ ഒരാശ്വാസം വെളിപ്പെടുന്നത് ആത്മാവിൽ കണ്ട് സ്വോത്രം ചെയ്ത്, ആത്മാവിൽ കണ്ട് സ്വോത്രം ചെയ്ത് ആ ബലഹീനതകൾ ഈ പകൽക്കാലം ആരാധനയ്ക്ക് കടന്നു വന്നപ്പോഴും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഭാരപ്പെടുത്തിയ ബലഹീനതകൾ നമ്മളിൽ നിന്ന് ഹല്ലേലൂയ കെട്ടുകൾ അഴിയുന്നത് പോലെ അത് അഴിഞ്ഞു മാറാൻ യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിക്കാം. ഓ സൗഖ്യങ്ങളുടെ ദേശത്ത് വ്യാപരിക്കട്ടെ, ചുറ്റുപാടുകൾ വ്യാപരിക്കട്ടെ. അതിവേഗത്തിലോടുന്ന ദൈവത്തിന്റെ വചനം അല്ലെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചില ജീവിതങ്ങളുടെ ബന്ധനം അറുക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ചില കെട്ടുകൾ അടിക്കട്ടെ. നാളുകളായി വർഷങ്ങളായി പിശാച് കെട്ടിയിട്ടിരിക്കുന്ന അല്ല ചില കെട്ടുകൾ ഇന്നു പകൽക്കാലം അഴിയട്ടെ. Hallelujah, hallelujah, hallelujah. Arthurajanara balava shandaradanadanadi aradana asturajanandalari balava isharaga tunayaga arthureda valkamana vailaraga siyadanadi ara hudaramanu shandal kamana hatureda gaskaradi arava hudavana haturi janarava shandal kamana hudavana shaturi janadana siya. Hallelujah, 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 hallelujah. Praise the Lord. Hallelujah. ദൈവകൃപ 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 ദൈവകൃപ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. ഞങ്ങളത് അനുഭവിക്കുന്ന കർത്താവേ, അങ്ങയുടെ കരത്തിന്റെ സ്പർശനം ഞങ്ങൾ അറിയുന്നു കർത്താവേ. അവിടുത്തെ കൈകൾ ഞങ്ങളുടെ ശിരസിൽ വെക്കുന്നത് ഞങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ബലഹീനതകളിൽ അവിടുത്തെ ശക്തി വ്യാപരിക്കുന്നത് ഞങ്ങൾ അറിയുന്നു പിതാവേ. ഓ ശബലബലബദിനാരബലബ ശാന്തുരായഗാരഗച്ഛസിയാരഗ ഓ ദിബാലബാലബ ശാന്തലനരിബാലബ സന്ധരാദലാദരാദരാദയ ഉഡബാലബ ചന്ദരാദിയാനകൽക്കരാജകം ശനേതുരവൽ പ്രൗഢബലാജകസ്കരാദിയ ഉഡാരബ ചന്ദരേജുഡാരബ സീതനായകത്തുരായക ഉഡാരബ ശംദുരേജരാദിയാനദ ഉഡാരക സീതനായകാരകത്തുരായക ഉഡമാന ശംദരേജരാദരാദരസിയാദഗാരഗസിയാദഗാരബ ഉഡബാലബ ശാരകം ദുനാരബസിയാദഗാദികൾ കരാദിയാന ഉഡമാന ഹന്ദരേരഗസ്കനാദിയാന ഉഡാരബ ശംദരാദിയാന ഉഡരാദഗസ്കനാധുരമൽ പ്രൗഢബാലബക്ഷസിയാരഗ ഓ ദിവിരി വിശാന്തൽ കമനാധുരാജരാദരാദര സന്ദരേ ഉഡബാലബ ചന്ദരാദികൾ ദുരാദഗസ്കനാദിരാദലാദരാദിയ ഉഡമലഹത്തുരേ ജഗസ്കരാദിരാദല ഉഡരബ ശംദരാദിയ ഉഡാരബ ശംദൽ പ്രൗഢാരമാനവാരബ സന്ദരാദിയാരഗ ഉഡമാനഗ ശംദരരിബാലഹത്തുരാജഗസ്കനാദിയാരബ ഉഡമനഹദരഗജനാരബല സൈദരജനാദരാദിരാദിരാദര ഉഡമലഹദുരദാലഗടഗ സംഭവാനഗടഗദുരക്ഷസിയാരഗ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാ വ്യാധികളും മാറട്ടെ, എല്ലാ ദീനങ്ങളും മാറട്ടെ കർത്താവേ. സൗഖ്യമാക്കുന്ന അങ്ങയുടെ കരം, അങ്ങയുടെ കരം ഓരോരുത്തരുടെ മേൽ വെക്കണമേ കർത്താവേ. ഈ ആരാധനയിൽ സംബന്ധിക്കുന്നവർ മാത്രമല്ല, ഞങ്ങളുടെ ചുറ്റുപാടുകൾ, ഞങ്ങളുടെ ഭവനങ്ങളിൽ ദേശത്തും വിദേശത്തുമായി ഇന്ന് പകൽക്കാലം ദൈവസഭയുടെ സന്താനങ്ങളായി രോഗത്തിന്റെ കെടുതികളിലായിരിക്കുന്ന ജീവിതങ്ങളുടെ മേൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ, ദൈവത്തിന്റെ ബലം വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ അതിവേഗത്തിലുള്ള ദൈവ പ്രവർത്തി ഇന്ന് പകൽ ഓരോ കൂടാരങ്ങളിൽ വെളിപ്പെടട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരത്തിൽ സൗഖ്യം വ്യാപരിക്കുകയാ, ശരീരത്തിൽ വിടുതൽ വ്യാപരിക്കുകയാ, രോഗബന്ധനങ്ങളെ കർത്താവ് അഴിക്കുക.
യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി, വിടുതലിന്റെ ശക്തി. യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി, വിടുതലിന്റെ ആരോഗ്യത്തിന്റെ ശക്തി. യേശുവിന്റെ നാമത്തിലുള്ള വലിയ വിടുതലിന്റെ വ്യാപാര ശക്തി, വിടുതലിന്റെ ശക്തി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അന്യായ ആരാധനകള്, അന്യായ പോരുകള്, ദേശാധിപതികള് ശാസിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചെയ്യാം, യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. മഹത്വം കർത്താവിന് കൊടുത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ ബലത്തോടെ, ഒരിക്കൽ കൂടെ ശക്തിയോടെ. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മനസ്സിലൊരു ചിന്ത തന്നു. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ചില ആഴ്ചകളായി ദൈവം തന്നൊരു നിയോഗപ്രകാരം ഞാൻ ഈ സഭാ ഹാളിനകത്തിരുന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കാനൊരു നിയോഗം ദൈവം നൽകി.
അന്ന് മുതൽ അതിൻ്റെ വ്യത്യാസങ്ങൾ അതിൽ കാണാനിടയാകുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവാത്മാവ് എന്നോട് പറഞ്ഞ ഒരു ആലോചന, അതാ ഞാൻ ഇന്ന് ഈ പകൽ ആരാധനയിൽ ആവർത്തിച്ചത്. ഹല്ലേലൂയ. നിയന്ത്രണ വിധേയമല്ലാത്ത നിലകളിൽ, ഹല്ലേലൂയ, നിയന്ത്രണാതീതമായി ശരീരത്തിലെ ചില രോഗത്തിൻ്റെ അവസ്ഥകൾ, അത് ഷുഗറോ പ്രഷറോ എന്തുമായിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള വിഷയങ്ങൾ ഭാരമായി നിൽക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, ഞാൻ അതിനെല്ലാം നോർമലാക്കി അതിനെ ഞാൻ താഴ്ത്തും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ഈ ആരാധനയിൽ അത് സംഭവിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. ഈ ആരാധനയ്ക്കകത്തു മാത്രമല്ല, ഇതിൻ്റെ ചുറ്റുപാടുകൾ ഇന്ന് പകൽ ഒരു വിടുതൽ വ്യാപരിച്ചിട്ടുണ്ട്. നമ്മുടെ അയൽ ഭവനങ്ങളിൽ ഒരു വിടുതൽ വ്യാപരിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ആരാധനയ്ക്ക് കടന്നു വരാൻ കഴിയാതെ ഭവനത്തിലായിരിക്കുന്നവരുടെ മേലൊരു വിടുതൽ വ്യാപരിച്ചിട്ടുണ്ട്. അത് ദേശത്തും വിദേശത്തുമായി ആ വിടുതൽ ഇന്ന് പകൽക്കാലം നാം ആരാധിച്ച മാത്രയിൽ തന്നെ അത് കടന്നുപോയിട്ടുണ്ട്. ഇന്ന് പകൽ ദൈവമൈതലേ, വിശ്വാസത്തോടെ ആ വിടുതൽ ദൈവജനം ഏറ്റെടുക്കണം. വിശ്വാസത്തോടെ അത് ഡിക്ലെയർ ചെയ്യണം. കർത്താവ് കൽപ്പിച്ച വിടുതൽ ഞാൻ എൻ്റെ ശരീരത്തിൽ അറിയുന്നു, ഞാനത് അനുഭവിക്കുന്നു, ഞാനത് വിശ്വാസത്താൽ ഏറ്റെടുക്കുകയാണ്. Hallelujah, hallelujah, hallelujah. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah, hallelujah, hallelujah. ഭക്ഷണക്രമങ്ങൾ കൊണ്ടോ മരുന്ന് കൊണ്ടോ കൺട്രോൾ ആകാൻ കഴിയാത്തതായ നമ്മുടെ ശരീരത്തിൻ്റെതായ വ്യാധിയുടെ മേൽ, രോഗത്തിൻ്റെ മേൽ ഇന്ന് പകൽക്കാലം ഒരു വലിയ പിടിച്ചടക്കുന്ന ഒരനുഭവം, അതിന് മേൽ നിയന്ത്രിക്കുന്ന ഒരനുഭവം നൽകുന്നത് അല്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നാമമാണ്. ഇന്ന് പകൽ കർത്താവ് കൽപ്പിച്ചിരിക്കുകയാ. ആ വിശ്വാസത്തോടെ കടന്നു പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സമയം കടന്നു പോകുന്നല്ലോ. വേഗത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ഇന്ന് വരെ ആ ദൈവസന്നിധിയിൽ കാത്തിരിക്കേണ്ടത് എങ്ങനെയാ കാത്തിരിക്കേണ്ടത്? അവൻ കൃപ ചെയ്യുവോളം വിശ്വാസത്തോടെ കാത്തിരിക്കണം. ആ മനുഷ്യനോട് ചോദിച്ചാൽ അവൻ പറയും, കാത്തിരുന്നത് വെറുതെയല്ല. ഒരു സൗഖ്യം എന്നിൽ വ്യാപരിച്ചു, ഒരു വിടുതൽ എന്നിൽ വ്യാപരിച്ചു. ഒരുപക്ഷെ ആരുടെയെങ്കിലും വാക്ക് കേട്ട് ഞാൻ ഇന്നലകളിൽ ഹല്ലേലൂയ എൻ്റെ പെട്ടി മടക്കിയിരുന്നെങ്കിൽ, എൻ്റെ കിടക്ക മടക്കിയിരുന്നെങ്കിൽ, ഈ കുളക്കരയോട് ഞാൻ യാത്ര പറഞ്ഞിരുന്നെങ്കിൽ എനിക്കത് കാണാൻ കഴിയത്തില്ല. ദൈവവൈദ്യരെ മനസ്സും മരവിപ്പിക്കുന്ന, മനസ്സും അടുത്തുന്ന ഏതെങ്കിലും ചിന്തകൾ, ഹല്ലേലൂയ, ഏതെങ്കിലും വ്യക്തികൾ കൂടെ അല്ല നിന്റെ ആത്മീക ജീവിതത്തിനെതിരെ ഉയർന്നു വരുമ്പോൾ ഓർത്തുകൊള്ളണം, നിന്റെ വിടുതലിനെതിരെ പിശാചൊരുക്കുന്ന ഒരു പദ്ധതിയാ. അതിനെ പൊളിക്കുവാൻ ദൈവകൃപയിൽ നീ ശരണപ്പെട്ട് ദൈവസന്നിധിയിൽ വിടുതലിന് വേണ്ടി കാത്തിരിക്കണം. എന്നെ വിളിച്ചത് ദൈവമാണെങ്കിൽ എന്നെ സഹായിക്കുന്നവർ എൻ്റെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന്, വിടുതലിന് വേണ്ടി ദൈവസന്നിധിയിൽ കാത്തിരിക്കേണ്ടത് അല്ലെ വിശ്വാസത്തോടെ കാത്തിരിക്കണം. രണ്ടാമത്തെ ചിന്ത പറഞ്ഞ് വിശദീകരിക്കാതെ ഞാൻ അവസാനിപ്പിക്കാം. 40-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. ഒന്ന്, വിശ്വാസത്തോടെ കാത്തിരിക്കണം. രണ്ട്, ക്ഷമയോടെ കാത്തിരിക്കണം. ക്ഷമയോടെ. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. ഹല്ലേലൂയ. വളരെ ക്ഷമയോടെ. ഹല്ലേലൂയ. പിറുപിറുക്കുന്ന ഒരനുഭവത്തോടെയല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. വളരെ ക്ഷമയോടെ, ദീർഘക്ഷമയോടെ ഹല്ലേലൂയ കാത്തിരുന്നു. എന്നെ സഹായിക്കുന്ന ഒരുവൻ്റെ സന്നിധിയിലാണ് ഞാൻ ഇരിക്കുന്നത്. അവൻ ആരെന്നുള്ളത് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. അവൻ കരുണ കാണിക്കാതിരിക്കത്തില്ല. അവൻ എന്നോട് ദയ തോന്നാതിരിക്കത്തില്ല. എന്നോട് ദയ തോന്നാതിരിക്കാൻ എൻ്റെ കർത്താവിന് പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. ഹല്ലേലൂയ. കാരണം ഞാൻ അന്യനല്ല. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ അന്യനല്ല. ഒരു കാലത്ത് ഞാൻ ആയിരുന്നു, ഇപ്പോൾ ഞാൻ അന്യനല്ല. അവൻ്റെ മകനാ, പ്രിയ മകനാ. അതുകൊണ്ട് ദൈവത്തിന് എന്നോട് മനസ്സലിയാതിരിക്കാനൊക്കത്തില്ല. അതാ ഞാൻ ഇങ്ങനെ ഈ കാൽവറിയുടെ ചുവട്ടിലിരിക്കുന്നത്. ഹല്ലേലൂയ. കാൽവറിയുടെ ചുവട്ടിൽ അല്ല, നിങ്ങൾ ശ്രദ്ധിക്കൂ, പല സഹോദരിമാർ പലതരത്തിലുള്ള വേദനകളെ പങ്കിട്ടുകൊണ്ട് ആ ക്രൂശിലേക്ക് കിടക്കുന്നതായ ആ മനുഷ്യനെ നോക്കി വിരുമ്പുന്നതായ പല ആളുകളുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഇതാ ഹല്ലേലൂയ ഒരു മഗ്ദലക്കാരത്തി മറിയ അവിടെ നിൽക്കുകയാണ്. അവളോട് ചോദിക്കുക, ഈ അമ്മ കരയുന്നതിനൊരു കടപ്പാടുണ്ട്, ഇവന്റെ സഹോദരങ്ങൾ കരയുന്നതിനൊരു കടപ്പാടുണ്ട്, സ്നേഹിച്ച ശിഷ്യൻ കരയുന്ന ഒരു കടപ്പാടുണ്ട്. മറിയെ, നിനക്കെന്താ ഇവനുമായിട്ടുള്ള ബന്ധം? എന്തുകൊണ്ടാണ് നീ കാൽവറിയുടെ ചുവട് നീ വിട്ടുപോകാത്തത്? അവൻ മരണപ്പെട്ടു എന്നറിഞ്ഞിട്ടും നീ ഇവിടം വിട്ട് എന്താ പോകാത്തത് ചോദിച്ച അവൾ പറയുന്നതായ ഒരു വാക്കുണ്ട്, എനിക്ക് അവനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ പറ്റുന്നതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ ഒരുപക്ഷെ അവളുടെ വാക്കുകൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയട്ടെ, ഒരുപക്ഷെ ഒരു പാട്ടായിട്ട് പാടിയാൽ ഇങ്ങനെ പാടും. അറിയാവുന്നവർ ചേർന്ന് പാടണം.
മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാ പിരിയാബന്ധമാണിതു യുഗകാലം വരെയും. മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാ പിരിയാബന്ധമാണിതു യുഗകാലം വരെയും. പിരിയാബന്ധമാണിതു 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 യുഗകാലം വരെയും. മകൾ സ്നേഹം മകൾ സ്നേഹം പരലോക പിതാവുതൻ മാരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മാരിപ്പതിനായി മകനെ മാരിപ്പതിനായി മകനെ മാരിപ്പതിനായി കുരിശിൽ. മറിയ പറയുന്ന വാക്കുകൾ ഇതാണ്: ഞാനും ക്രൂശിൽ കിടക്കുന്നവനുമായിട്ടുള്ള ബന്ധം മരണം കൊണ്ട് മറയുന്നതല്ല. ഹല്ലേലൂയ. മരണത്തെ അപ്പുറം വരെയും ഈ ലോകത്തിലെ ബന്ധങ്ങൾ കല്ലറ കൊണ്ട് അവസാനിക്കുമ്പോൾ കല്ലറയ്ക്ക് അപ്പുറത്തോളം നീണ്ടു നിൽക്കുന്ന ഒരാത്മീക ബന്ധത്തിന് ഉടമയാക്കി അവൻ എന്നെ മാറ്റിയെങ്കിൽ അനേകവിധമായ പാപങ്ങൾ ക്ഷമിച്ചു തന്ന് ആർക്കും വിടുവിക്കപ്പെടാൻ കഴിയാത്ത എൻ്റെ ജീവിതത്തെ ഈ നിലയിൽ ഒരു ദൈവവൈതലാക്കി മാറ്റിയത് കൊണ്ട് ഈ കാൽവറിയുടെ ചുവട് വിടാൻ കഴിയുകയില്ല. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അല്ലെ ലോകത്തിലെ മനുഷ്യന്റെ ഭീഷണികൾക്കോ വാളിനോ വായ്ത്തലയ്ക്കോ നമ്മുടെ നേരെ അത് ഓങ്ങി വന്നാൽ എന്തുകൊണ്ട് നാം അവനെ കൈവിടുന്നില്ലെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് അവനെ തള്ളിപ്പറയുന്നില്ലെന്ന് ചോദിച്ചാൽ, നമുക്കും പറയാൻ ഓരോന്നുണ്ട്. എൻ്റെ ജീവിതത്തെ വിടുവിച്ച് എന്നെ ഞാനാക്കി മാറ്റിയ ഈ ഒരവസ്ഥയിൽ എന്നെ കൊണ്ടെത്തിച്ച ആ ദൈവത്തിന്റെ സ്നേഹം വിട്ടു പോകാൻ എനിക്ക് കഴിയവേ ഇല്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആ ഭക്തൻ പറയുക, ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ഹല്ലേലൂയ, ചില നാളുകളല്ല, എല്ലാവരും വിട്ടുപോയാലും ഞാൻ ഈ കാൽവറിയുടെ ചുവട്ടിലിരിക്കും. ഹല്ലേലൂയ, അവൻ്റെ പാറവിടത്തിലിരിക്കും ക്ഷമയോടെ. അവൻ്റെതായ മനസ്സ് ചായുന്നത് വരെ, അവൻ്റെ കരം നീളുന്നത് വരെ, ഹല്ലേലൂയ, അവൻ്റെ കരം ചലിക്കുന്നത് വരെ, അതിൻ്റെ അടയാളങ്ങൾ ഞാൻ കാണുന്നത് വരെ. ഹല്ലേലൂയ. എലിയാവ് മുഴങ്കാലുകളുടെ ഇടയിൽ തലയിട്ടുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ തൻ്റെ ബാല്യക്കാരനോട് പറഞ്ഞു, നീ അങ്ങ് ചെന്ന് നോക്കാൻ പറഞ്ഞു. അവൻ ആദ്യം പോയി മടങ്ങി വന്ന് പറഞ്ഞു, ഒരു റിസൾട്ടില്ല. 2, 3, 4, 5, 6 പ്രാവശ്യവും ഒരേ മറുപടി ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഈ മുഴങ്കാലുകളുടെ ഇടയിൽ എന്നാൽ പിന്നെ അടുത്ത പ്രാവശ്യം ചെയ്യാമെന്ന് ചിന്തിച്ചില്ല, അവിടെ തന്നെ നിന്നു. ഹല്ലേലൂയ, ക്ഷമയോടെ നിന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്കാർക്കൊന്നും അത്രയൊന്നും പറ്റത്തില്ല. ഒന്ന് പക്ഷേ മുട്ടുകുത്തി നിന്നാലും എത്ര നേരമാ, മുട്ടുമേ നിന്നാലും എത്ര നേരമാ. ഹല്ലേലൂയ. എന്നാൽ മുഴങ്കാലുകൾക്കിടയിൽ തലയിട്ടുകൊണ്ട് അത്രമാത്രം ഒരാത്മതപനം ചെയ്ത് വിഷയവുമായി താതാത്മ്യപ്പെട്ട് വലിയ ക്ഷമയോടെ കാത്തിരുന്ന ഭക്തൻ ഹല്ലേലൂയ 7ാമത്തെ മറുപടി അവൻ കേൾക്കുക, ഒരു കൈപ്പൊത്തി പൊങ്ങിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവവൈതലേ, നിന്റെ ക്ഷമയെ കർത്താവ് പരീക്ഷിക്കുകയല്ല, നിന്റെ ക്ഷമയെ കർത്താവ് പരീക്ഷിക്കുകയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ കാണുന്ന ലോകത്തിന്റെ മുമ്പിലോ നിന്നെ ശ്രദ്ധിക്കുന്ന ആളുകളുടെ മുമ്പിലോ ദൈവം ആരാണെന്നൊന്ന് വ്യക്തമാക്കാൻ ദൈവം ചില സമയങ്ങളുടെ വെയിറ്റ് ചെയ്യുക. അതിന്റെ അർത്ഥം അവൻ മനസ്സില്ലെന്നല്ല, അതിന്റെ അർത്ഥം ദൈവം കൈവിട്ടെന്നല്ല, അതിന്റെ അർത്ഥം ദൈവം കരുണ തോന്നുകയില്ലെന്നല്ല. അടുത്ത നിമിഷങ്ങളിൽ ഒന്നിൽ നിന്റെ സമയമാ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, യഹോവേ, ഇതാ നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയം. ഹല്ലേലൂയ. ഇത് റൈറ്റ് ടൈമാ കർത്താവേ, ഇത് നിന്റെ സമയമാ, ഇത് പ്രവർത്തിക്കാനുള്ള സമയമാ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം, ഇത് ദൈവസഭയുടെ ഹല്ലേലൂയ ചലനങ്ങളുടെ സമയമാ, ദൈവപ്രവൃത്തിയുടെ സമയമാ. ആദ്യ നൂറ്റാണ്ടിലേക്ക്, ആദ്യ ഒരു ആത്മീയ അനുഭവത്തിലേക്ക് ദൈവസഭ മടങ്ങുന്ന സമയങ്ങളായത്. നമ്മുടെ ആരാധനയെ നാമല്ല, പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന സമയങ്ങളായി നമ്മുടെ ആരാധനകൾ മാറട്ടെ, നമ്മുടെ കൂടിവരവുകൾ മാറട്ടെ, പതിവ് അനുസരിച്ചുള്ള ആരാധനയുടെ നിലവാരം മാറട്ടെ. ആത്മാവ് ഏത് നിലയിൽ നയിക്കുന്നുവോ ആ നിലയിലുള്ള ഒരു ആരാധന നമുക്ക് ദൈവം നൽകട്ടെ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ ഒന്ന് ഉണർത്തണമേ. ഹല്ലേലൂയ. മാതാപിതാക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞങ്ങളെ ഒന്ന് ഉണർത്തണമേ. സഹോദരി സഹോദരന്മാരെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഞങ്ങളെ ഒന്ന് ഉയർത്തണമേ. യൗവനക്കാരെ, കുഞ്ഞുങ്ങളെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞങ്ങളെ ഒന്ന് ഉയർത്തണമേ. ഒരാത്മീയ ഉണർവിന് വേണ്ടി എത്ര പേര് ദാഹിക്കും, ഒരാത്മീയ ഉണർവിന് വേണ്ടി അല്ലെങ്കിൽ എത്ര പേര് ദാഹിക്കും.
പലയിടങ്ങളിലും പല ദേശങ്ങളിലും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ, അത് TV-യിലൂടെയോ പത്രമാധ്യമങ്ങളിൽ കൂടെ കാണുമ്പോൾ ഇന്നും ദൈവം പ്രവർത്തിക്കുന്നല്ലോ എന്ന് ഒന്ന് പറഞ്ഞു തീർക്കുന്ന വിശ്വാസത്തോടുകൂടെ ആമേൻ പറഞ്ഞ് അവസാനിപ്പിക്കാറ്. കർത്താവേ, അത് എൻ്റെ ഇടയിലും ഹല്ലേലൂയ, എൻ്റെ കുടുംബത്തിലും എൻ്റെ സഭയിലും എൻ്റെ ദേശത്തിലും ഒരു ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം ഒന്ന് ആവർത്തിക്കുവാൻ വിശുദ്ധിയോടെ വേർപാടോടുകൂടി അതിനുവേണ്ടി ഒരുക്കത്തോടെ ദൈവസ്ഥലേക്ക് നടത്തിയല്ല. ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ടെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിത്യസ്നേഹത്താ ഞങ്ങളെ സ്നേഹിച്ച ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല നിമിഷത്തിനായി വീണ്ടും സ്തോത്രം പറയുമ്പോൾ ഒരു ആരാധനയിലൂടെ സംബന്ധിപ്പാൻ അവിടെ ഞങ്ങൾക്ക് നന്ദി തന്ന വിലപ്പെട്ട അവസരത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം കടന്നു വന്ന് മുഴങ്കാൽ മടക്കി ആരാധന തുടങ്ങിയ സമയം മുതൽ ആത്മാവിന്റെ ചലനങ്ങൾ ഞങ്ങളുടെ മധ്യ അനുഭവിപ്പാൻ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്തോത്രം പ്രാപിച്ച ദൈവകൃപ നഷ്ടപ്പെട്ടു പോകാതെ പരിജ്ഞാനത്തോടെ അതിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഞങ്ങളെ പിന്നെയും ഒരുക്കണമേ. തുടർന്നുള്ള നിമിഷങ്ങളിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മഹത്വം അവിടുന്ന് എടുക്കണമേ. യേശു മൂലം പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എന്നും എൻ്റെ രക്ഷകൻ, നീ മതി എനിക്കെല്ലാമായി നാഥാ, നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങുന്ന വേദനകൾ, നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങുന്ന വേദനകൾ, കണ്ണീർ തുടയ്ക്കും നീ എന്നെ കൈവിടാ, നിൻ കൈകളാൽ കണ്ണീർ തുടയ്ക്കും നീ എന്നെ കൈവിടാ, നീ എന്നും എൻ്റെ രക്ഷകൻ, ആഹാ നീ മതി എനിക്കെല്ലാമായി നാഥാ, നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങുന്ന വേദനകൾ, നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങുന്ന വേദനകൾ, തീരാത്ത ദുഃഖവും ഭീതിയും ആദിയും തോരാത്ത കണ്ണീരും, തീരാത്ത ദുഃഖവും ഭീതിയും ആദിയും തോരാത്ത കണ്ണീരും, പാരിതിലെൻ്റെ പാതയിലേറും നേരത്തു നീ മതി, പാരിതിലെൻ്റെ പാതയിലേറും നേരത്തു നീ മതി, നീ എന്നും എൻ്റെ രക്ഷകൻ, ആഹാ നീ മതി എനിക്കെല്ലാമായി നാഥാ, നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങുന്ന വേദനകൾ, നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങുന്ന വേദനകൾ. നമ്മുടെ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ആ വരികൾ നമുക്ക് ഒന്നുകൂടെ ആവർത്തിച്ച് നമുക്ക് പാടാം. നീ എന്നും എൻ്റെ രക്ഷകൻ, ആഹാ നീ മതി എനിക്കെല്ലാമായി നാഥാ, നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങുന്ന വേദനകൾ, നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങുന്ന വേദന
വേദനകൾ നിന്നിൽ ചാരുന്ന